സംവിധായകൻ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് കോടതിയുടെ നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് നാളത്തേക്ക് മാറ്റി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നേരത്തെ പോലീസിന്റെ റിപ്പോർട്ട് ഇതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ നടപടി എന്താണ്? അനുജ, ശക്തമായി പ്രോസിക്യൂഷൻ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തു. ഈ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേസ് ഡയറി ഹാജരാക്കാനാണ് പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കേസ് ഡയറി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പോലീസ് പോലും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നിലവിൽ കൈമാറിയിട്ടുണ്ട്. ഈ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പലവിധ തെളിവുകളും പോലീസ് ശേഖരിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതായത് ഈ പരാതിക്കാരി ഏത് വിധേനയാണ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അടക്കമുള്ള മറ്റ് സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ മറ്റ് തെളിവുകളോ ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വേണമെന്നാണ് കോടതിയുടെ നിലപാട്. അതായത് കേസ് ഡയറിയിൽ എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ട് എന്ന കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കഴിയൂ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ അത് അംഗീകരിച്ചു. പോലീസിനോട് അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാമെന്ന് നിലവിൽ പ്രോസിക്യൂഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചലച്ചിത്ര പ്രവർത്തന പരാതിയിൽ കഴമ്പുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ പോലീസ് കോടതിയിൽ ആദ്യം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. പരാതിക്കാരുടെ രഹസ്യമൊഴിയും കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തിയിരുന്നു. ചലച്ചിത്ര പ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നാണ് നിലവിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകൻ കോടതിയോട് വ്യക്തമാക്കിയത്. ഇത് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നെങ്കിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നും, പ്രാഥമികമായ യാതൊരു അന്വേഷണം നടത്താൻ തനിക്കെതിരെ FIR ചുമത്തുകയായിരുന്നു എന്നാണ് കുഞ്ഞുമുഹമ്മദിന്റെ വാദം. ഇത്തരം വാദഗതികൾ കേൾക്കാം. ആദ്യം കേസ് ഡയറി പരിഗണിക്കട്ടെ എന്നാണ് നിലവിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രോസിക്യൂഷനോട് ഒപ്പം തന്നെ പ്രതിഭാഗത്തോട് ഒരുപോലെ ആവശ്യപ്പെട്ടത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.